ആദ്യ ഭാഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി കാരണങ്ങൾ ആകെ ചേർന്നുണ്ടായ ഒരു വലിയ പൊട്ടിത്തെറിയാണ് 1857 മുന്നേറ്റം. മീററ്റിൽ വെച്ച് ഔദ്യോഗികമായി കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുന്നേ തന്നെ മറ്റു പല സൈനിക മേഖലകളിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ നടന്നിരുന്നു. പലരും പുതിയ തോക്കിനെതിരെ പ്രതികരിക്കുകയും അതിനെ തുടർന്ന് ഉദ്യോഗം നഷ്ടമാവുകയും ജയിലിൽ അടക്കപ്പെടുകയും ഒക്കെ ഉണ്ടായി. ഇതേ സമയം തന്നെ പല നാട്ടുരാജ്യങ്ങളും നാടുവാഴികളും ബ്രിട്ടീഷിനെതിരെ പോരാടുവാനുള്ള തയ്യാറെടുപ്പുകൾ കൂടി നടത്തുന്ന കാലമാണ്. എന്നാൽ മീററ്റിലെ സൈനിക കേന്ദ്രത്തിൽ വെച്ച് ഒരു മുൻധാരണയും ഇല്ലാതെയാണ് സത്യത്തിൽ 1857 മുന്നേറ്റം തുടങ്ങുന്നത്. ഇവിടെ വച്ച് തോക്കുപയോഗിക്കാൻ വിസമ്മതിച്ച 85 ഇന്ത്യൻ പട്ടാളക്കാരെ കോർട്ട് മാർഷൽ ചെയ്യുകയും 10 വർഷം ജയിൽ ശിക്ഷ നൽകുകയുമുണ്ടായി. ഇത് ഇന്ത്യൻ സൈനികർക്കിടയിൽ വലിയൊരു നീറ്റലുണ്ടാക്കി എന്ന് തന്നെ പറയാം. പിറ്റേന്ന് അവരെ മോചിപ്പിക്കുക എന്ന നിലയിലേക്ക് ഇന്ത്യൻ സൈനികർ കലാപക്കൊടി ഉയർത്തുകയും അങ്ങനെ 1857 മുന്നേറ്റം ആരംഭിക്കുകയുമുണ്ടായി. കലാപക്കൊടി ഉയർത്തിയ ആ ഇന്ത്യൻ സൈനികരെ തടയാൻ നോക്കിയ ബ്രിട്ടീഷുകാരൊക്കെ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാരെ സംരക്ഷിക്കാൻ നോക്കിയ ഇന്ത്യക്കാരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. ഇന്ത്യൻ സൈനികരുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു മുന്നേറ്റം നടന്നപ്പോൾ അത് മീററ്റിൻ്റെ ജനവാസ മേഖലകളിലും കലാപക്കൊടി ഉയരുന്നതിന് കാരണമായി. അതിൽ ജനങ്ങൾ തന്നെ പങ്കാളികളുമായി. ഇത്തരത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും അവരുടെ വീടുകളൊക്കെ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. എത്രയോ നാളുകൾ ഭരണശിലാ കേന്ദ്രമായിരുന്ന ഡൽഹിയിലേക്ക് സൈനികർ വരികയും മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനോട് നേതൃത്വം ഏറ്റെടുക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ സ്വതവേ ദുർബലനായ ബഹദൂർ ഷാ രണ്ടാമൻ ആദ്യമൊന്നും ഇതിന് അനുകൂലമായി പ്രതികരിച്ചില്ല. എന്നാൽ കൊട്ടാരത്തിലെ മറ്റുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും മുന്നേറ്റത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. തുടർന്നുള്ള മുന്നേറ്റത്തിൽ ഡൽഹി പിടിച്ചടക്കിയത് സമരക്കാരുടെ മനോവീര്യം കൂട്ടുന്നതിന് ഇടയാക്കി. പല ഇന്ത്യൻ സൈനിക യൂണിറ്റുകളും ആ മുന്നേറ്റത്തിൽ പങ്കുചേർന്നു. ജനങ്ങളും പല രീതിയിൽ അതിൻ്റെ ഭാഗവാക്കായി. നൂറ്റാണ്ടുകാലം നിലനിന്ന അടിച്ചമർത്തലുകളുടെയും ചൂഷണത്തിൻ്റെയും ഭാഗമായി ഉയർന്നു വന്ന ശത്രുത ഒരു ബോംബായി തന്നെ പൊട്ടിത്തെറിച്ചു എന്ന് പറയാം. ഔദ്, ബുദ്ദേൽഗഡ്, റോഹിൽഗഡ് തുടങ്ങി മധ്യ ഇന്ത്യയുടെ മേഖലകൾ മുഴുവനും കലാപം പടരുകയുണ്ടായി. ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരും അവരുടെ ആശ്രിതരും ഒക്കെ കൊല്ലപ്പെട്ടു. മുന്നേറ്റത്തിന് പല ജനവിഭാഗങ്ങളുടെയും പിന്തുണ ലഭിച്ചതോടെ ഇതിനൊരു ജനകീയ മുന്നേറ്റത്തിൻ്റെ സ്വഭാവം പോലും വരികയുണ്ടായി. വിപ്ലവകാരികൾ ഡൽഹിയെ പിടിച്ചെടുക്കുകയും ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയുമായി പ്രഖ്യാപിക്കുകയും ചെയ്തുവല്ലോ. ഇത്തരത്തിൽ ഡൽഹി പിടിച്ചെടുത്തത് പലരും ഒരു മാറ്റത്തിൻ്റെ സൂചനയായി കാണുകയും കൂടുതൽ മേഖലകളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയുമുണ്ടായി. എന്നാൽ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യമെന്നത് ഈ മുന്നേറ്റം എന്നത് ഒരിക്കലും ഒരു കേന്ദ്രീകൃതമായിരുന്നില്ല. എവിടെയും അതിന് വ്യക്തമായ ഒരു നേതൃത്വവും ഉണ്ടായിരുന്നില്ല. പല മേഖലകളിലും അതങ്ങനെ ഒരു തോന്നലിലുണ്ടായ ഒരു മുന്നേറ്റങ്ങളാണെന്നൊക്കെ പറയേണ്ടതുണ്ട്. ഈ സമയം ബ്രിട്ടീഷ് സൈന്യവും ചിതറിത്തെറിച്ചതുകൊണ്ട് അവർക്കും തിരിച്ചാക്രമിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ബ്രിട്ടീഷുകാർ അതുകൊണ്ട് തന്നെ പല പരാജയങ്ങളും നേരിടുകയും ചെയ്തു. കലാപ മേഖലകളിൽപ്പെട്ട ചില ബ്രിട്ടീഷുകാർ രക്ഷപ്പെട്ടത് ചില ഇന്ത്യക്കാർ അവരെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമായിരുന്നു. അല്ലാത്തവരെല്ലാം കൊല്ലപ്പെടുക തന്നെ ചെയ്തു. ഇവിടെ ഓർക്കേണ്ട മറ്റൊന്ന് സൈനിക ബലമാണ്. സ്വാഭാവികമായും സൈന്യത്തിൽ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഏവരും കലാപത്തിൽ പങ്കെടുത്തില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ലാത്ത പല നാട്ടുരാജ്യങ്ങളും ഈ മുന്നേറ്റത്തിൽ പങ്കെടുക്കുകയുണ്ടായില്ല. പകരം പിന്നീട് ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പോലും 1857 മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നിലകൊണ്ട നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ചിലരുമുണ്ടായിരുന്നു. സ്വാഭാവികമായും അതിലെ ആദ്യത്തെ പേര് ഝാൻസി റാണിക്ക് തന്നെയാണ്. ഝാൻസിയിലെ റാണിയായിരുന്ന അവർ സൈനിക വേഷത്തിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് കൂടെയുള്ളവർക്ക് ധൈര്യം നൽകി. അവരുടെ നേതൃത്വത്തിൽ പല വിജയങ്ങളും ഉണ്ടാവുകയുമുണ്ടായി. മുന്നേറ്റത്തിലെ മിക്കവരുടെയും മാതൃക കൂടിയായിരുന്നു ഝാൻസി റാണി. മറ്റൊരാൾ നാനാ സാഹേബായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാൺപൂർ മേഖലകളിൽ വിപ്ലവം നടന്നു. അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന താന്ത്യ തോപ്പി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ശക്തനായ എതിരാളിയായിരുന്നു. മറ്റൊരാൾ ബീഹാറിലെ കൺവർ സിംഗ് ആയിരുന്നു. ബീഹാർ മേഖലയിലെ കലാപം നയിച്ചതിനൊപ്പം തന്നെ ഔദിലും മറ്റു മേഖലകളിലും വരെ നേതൃസ്ഥാനത്ത് അദ്ദേഹം എത്തുകയുണ്ടായി. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയും എടുത്തു പറയേണ്ട ഒരു പേരാണ്. ഔദിൻ്റെ ലൈറ്റ് ഹൗസ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഔദ്, റോഹിൽഗഡ് എന്നീ മേഖലകളിലെ മുന്നേറ്റത്തിൻ്റെ നേതൃനിരയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒട്ടനവധി നേതാക്കൾ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തുവെങ്കിലും അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നതാണ് ആ മുന്നേറ്റത്തിൻ്റെ പരാജയത്തിന് കാരണമായതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. മുഗൾ ചക്രവർത്തി എന്ന നിലയിൽ സ്ഥാനമഹിമ കൊണ്ട് ബഹദൂർ ഷായ്ക്ക് മിക്ക മേഖലകളിലും നിന്ന് സഹകരണമുണ്ടായെങ്കിൽ പോലും അദ്ദേഹം ദുർബലനായിരുന്നു. ഇത്തരത്തിൽ പൊട്ടിപ്പുറപ്പെട്ട മുന്നേറ്റത്തിൽ ബ്രിട്ടീഷ് അധികം താമസിയാതെ തന്നെ തിരിച്ചടിയും ആരംഭിക്കുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ബ്രിട്ടീഷ് സൈനിക ഗ്രൂപ്പുകളെ തിടുക്കത്തിൽ ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിക്കുകയും തിരിച്ചടികൾ ആരംഭിക്കുകയുമുണ്ടായി. അത് വെറുമൊരു തിരിച്ചടി മാത്രമായിരുന്നില്ല. ഇനി ഒരാളും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടരുത് എന്ന നിലയിലുള്ള ക്രൂരമായ അടിച്ചമർത്തലായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്.
മാസങ്ങൾക്കപ്പുറം ഇംഗ്ലീഷുകാർ ഈ സമരത്തെ നിർദ്ദയം അടിച്ചമർത്തുക തന്നെ ചെയ്തു. തിരിച്ചടികളിൽ ഇംഗ്ലീഷ് പട്ടാളക്കാർ ഓരോ മേഖലയിലും ചെയ്ത ക്രൂരതകൾ സാധാരണ ജനങ്ങളിൽ ഭീതി വളർത്തി. ഇത് സമരക്കാരെ തന്നെ തളർത്തിയെന്ന് പറയാം. സെപ്റ്റംബർ മാസത്തിൽ തന്നെ സർ ജോൺ നിക്കോൾസന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് സൈന്യം ഡൽഹി തിരിച്ചുപിടിച്ചു. ഇത്തരത്തിൽ ഡൽഹി തിരിച്ചുപിടിച്ചത് 1857 മുന്നേറ്റത്തിന്റെ ഗതി നേരെ തിരിച്ചുവെച്ചുവെന്ന് പറയാം. പ്രശ്നങ്ങൾ ബാധിക്കാതിരുന്ന ബ്രിട്ടീഷ് അനുകൂല മേഖലകളൊക്കെ ബ്രിട്ടീഷിനൊപ്പം കൂടുതൽ ശക്തിയോടെ നിലകൊള്ളുകയും ചെയ്തു. സമരത്തിന്റെ നേതാവായി അംഗീകരിച്ച ബഹദൂർ ഷാ രണ്ടാമനെ തടവുകാരനാക്കുകയും അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരെ ഡൽഹിയിലെ തെരുവുകളിലൂടെ വലിച്ചിഴക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. മുന്നേറ്റത്തിന് ശക്തമായ നേതൃത്വമുണ്ടായിരുന്ന കാൺപൂർ മേഖലകളിലൊക്കെ രൂക്ഷമായ സംഘട്ടനം തന്നെ നടക്കുകയുമുണ്ടായി. എന്നാൽ കേന്ദ്രീകൃതമായി ശക്തമായി നിലകൊണ്ട ബ്രിട്ടീഷിനൊപ്പം തന്നെയായിരുന്നു വിജയം നിലകൊണ്ടത്. ബനാറസിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ മുഴുവൻ ഇന്ത്യൻ പട്ടാളക്കാരും ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്ക് മുന്നിൽ പൊരുതി വീണു. ഝാൻസി റാണിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് അനുകൂല നിലപാടെടുത്ത ഗ്വാളിയാർ കോട്ടയൊക്കെ പിടിച്ചെടുത്ത ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും റാണി വീണതോടെ ആ പോരാട്ടവും അവസാനിച്ചു. ഈ ഝാൻസി മേഖലകളിൽ 5000-ലധികം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഡൽഹി മേഖലകളിൽ ബ്രിട്ടീഷ് സൈന്യം കിരാതമായ നടപടികളാണ് എടുത്തത്. മറ്റുള്ളവർക്ക് ഒരു സൂചനയായിട്ട് കൂടി ബ്രിട്ടീഷുകാർ ഇതിനെ ഉപയോഗിച്ചു എന്ന് പറയാം. ഡൽഹി മേഖലകളിലും ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. കൊച്ചു കുട്ടികളെ പോലും ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ചു കൊല്ലുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ ബ്രിട്ടീഷ് ക്രൂരതയുടെ മുഖമായി മാറിയപ്പോൾ മിക്ക മേഖലകളിലെയും പോരാട്ടം ദയനീയമായാണ് അവസാനിച്ചത്. പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ എല്ലാം തന്നെ പോരാട്ടത്തിൽ കൊല്ലപ്പെടുകയോ ബ്രിട്ടീഷ് പട്ടാളക്കാരാൽ വധിക്കപ്പെടുകയോ ചെയ്തു. ഝാൻസി റാണി പോരാട്ടത്തിൽ വീണപ്പോൾ ധീരനായ താന്തിയ തോപ്പിയെ ബ്രിട്ടീഷ് പിടികൂടുകയും തടവുകാരനാക്കി തൂക്കിലിടുകയും ചെയ്തു. പോരാട്ടത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത ബഹദൂർ ഷായെയും കുടുംബത്തെയും റങ്കൂണിലേക്ക് നാടുകടത്തുകയുണ്ടായി. പോരാട്ട സമയത്ത് മുഗൾ വംശത്തിലെ മറ്റു കുടുംബാംഗങ്ങൾ മിക്കവരും മറ്റ് ഇന്ത്യൻ മേഖലകളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പലായനം ചെയ്യുകയുമുണ്ടായി. ഇത്തരത്തിൽ നൂറ്റാണ്ടുകളായി ഡൽഹി എന്ന മേഖലയിലെ നിർണായക സ്വാധീനമായിരുന്ന മുഗൾ രാജവംശം ഡൽഹിയിലില്ലാതെ പല മേഖലകളിലായി ചിതറിത്തെറിക്കുകയുമുണ്ടായി. ഇത്തരത്തിൽ പോരാട്ടം നടത്തിയവരെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ പോലും നിർദാക്ഷിണ്യം ഇല്ലാതാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തെ പൂർണ്ണമായും അമർച്ച ചെയ്യുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ ശക്തി കൊണ്ട് മാത്രമല്ല 1857 വിപ്ലവം അടിച്ചമർത്തപ്പെട്ടത്. അതിന് ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അത്തരത്തിൽ ഈ മുന്നേറ്റം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും ഈ മുന്നേറ്റം ഇന്ത്യയിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്.